ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രജനി. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു വീട്ടിൽ കുടുംബം എന്ന ഒരു യൂണിറ്റിൽ ഭാര്യയ്ക്കാണോ ഭർത്താവിനാണോ തീരുമാനം എടുക്കാനുള്ള അവകാശം. കഴിവെന്നുള്ളതല്ല, കഴിവ് ചിലപ്പോൾ ഓരോരുത്തർക്കുണ്ടായിരിക്കും. കഴിവിനനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത് പ്രശ്നവുമില്ല. പക്ഷെ കഴിവിനേക്കാൾ കൂടുതൽ തീരുമാനം എടുക്കാനുള്ള അവകാശം ഇന്ന ആൾക്കാണ് എന്ന് നമ്മൾ ഏത് ബേസിലാണ് നമ്മളത് കണക്കാക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. കാരണം നമ്മളുടെ ഒരു കൾച്ചർ അനുസരിച്ച്, നമ്മുടെ ഇന്ത്യൻ കൾച്ചർ അനുസരിച്ച് നമ്മൾ ഫാദറിന് ഒരു പവർ കൊടുക്കും. ഫാദറിനാണ് കുറച്ചും കൂടെ ഡിസിഷൻ എടുക്കാൻ കഴിവുള്ളത് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ മിക്കപ്പോഴും നമ്മളുടെ ഒരു വിചാരത്തിൽ ഏൺ ചെയ്യുന്നത് ആരാണ്, അല്ലെങ്കിൽ ഫാദറാണ് നമ്മളുടെ വീട്ടിൽ വരുമാനം കൊണ്ടുവരുന്നത് എന്നുള്ളത് വെച്ചിട്ട് ഫാദറിനാണ് തീരുമാനമെടുക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് തെറ്റാണ്. ഒരു കുടുംബം എന്ന ഒരു യൂണിറ്റിൽ അമ്മയ്ക്കും അച്ഛനും മക്കൾക്കും എല്ലാവർക്കും അവകാശമുണ്ട്. ഇനി ഫാദറാണ് അവിടെ വരുമാനം കൊണ്ടുവരുന്നതെങ്കിൽ അത് നമ്മളുടെ കൾച്ചർ അങ്ങനെയാണ്. ഒരു ഫാദർ വരുമാനം കൊണ്ടുവന്നിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. അത് അമ്മയ്ക്ക് വേണമെങ്കിലും ചെയ്യാം. ഇനി അമ്മയാണ് തീരുമാനം എടുക്കുന്നതെങ്കിൽ അമ്മ പൈസ കൊണ്ടുവരുന്നു എന്നുള്ള പേരിൽ അവർക്ക് തീരുമാനം അവകാശം കൊടുക്കുക എന്നുള്ളത് അതും തെറ്റാണ്. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും മക്കളാണെങ്കിലും ഒരു കുടുംബം എന്ന് പറയുമ്പോൾ നമ്മൾ കൂട്ടായി ജീവിക്കുന്ന ഒരു വീട്ടിൻ്റെ അകത്ത് ഒരാൾക്ക് മാത്രം തീരുമാനം എടുക്കാനുള്ള ഒരു അവകാശം എന്ന് പറയുന്നത് തെറ്റാണ്. പ്രത്യേകിച്ച് ഞാനല്ലേ സമ്പാദിച്ചു കൊണ്ടുവരുന്നത്, ഞാനല്ലേ നിങ്ങൾക്ക് ചിലവിന് തരുന്നത്, ഞാനല്ലേ നിങ്ങളുടെ ആവശ്യങ്ങൾ നടത്തുന്നത്, അതുകൊണ്ട് ഞാൻ തീരുമാനിക്കും എന്ന് പറയുന്ന അവിടെ എന്ന് പറയുമ്പോൾ ഒരു മുതലാളി തൊഴിലാളി ബന്ധമാണ് നമുക്ക് വരത്തുള്ളൂ. അതല്ലാതെ ഒരു അച്ഛൻ അമ്മ ഭാര്യ ഭർത്താവ് എന്നുള്ള ആ ഒരു ബന്ധം നമുക്ക് വരത്തില്ല. ഇനി ശരി, നിങ്ങൾ തീരുമാനം എടുത്തോളൂ. ഇനി നമ്മൾ അങ്ങനെ തന്നെ ശീലിച്ചതുകൊണ്ട് നമ്മുടെ പല അമ്മമാർക്കോ അല്ലെങ്കിൽ ചില അച്ഛന്മാർക്കോ ഒന്നും തീരുമാനമെടുക്കാൻ ഇഷ്ടമല്ലായിരിക്കും. അത് കുഴപ്പമില്ല. പക്ഷേ എന്നാൽ പോലും ഒരവസരത്തിൽ ഞാൻ സമ്പാദിച്ചു കൊണ്ടുവരുന്ന കാശ് എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. നിൻ്റെ വീട്ടിൽ നിന്ന് സ്ത്രീധനം കൊണ്ടുവന്നതാണോ, അല്ലെങ്കിൽ നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും പൈസയൊന്നും അല്ലല്ലോ, നിൻ്റെ പൈസ അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരാളെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ അവരെ ഇൻസൾട്ട് ചെയ്യാൻ പറയുന്നതല്ലായിരിക്കും, പക്ഷെ അത് കേൾക്കുന്ന ഒരു മനസ്സിന് ഒരുപാട് വേദന ഉണ്ടാവും. അത് ഭർത്താവാണെങ്കിലും അതെ, ഭാര്യയാണെങ്കിലും അത് തന്നെ. അപ്പോൾ വരുമാനം കൊണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് ഞാനാണ് വലിയ ആൾ എന്ന് പറഞ്ഞാൽ അത് കുടുംബത്തിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് നമുക്ക് എന്താ പറയുന്നത്, പറയാൻ പറ്റത്തില്ല എന്നല്ല, പറയാൻ പാടില്ല. അത് നമ്മുടെ സന്തോഷമുള്ള സ്നേഹമുള്ള ഒരു ജീവിതത്തിന് അത് തടസ്സം തന്നെയാകും. ഞാനൊരു എക്സാമ്പിൾ പറയാം. എൻ്റെ ഒരു സുഹൃത്ത് അവരുടെ മകൻ്റെ ബർത്ത്ഡേക്ക് ഒരു കേക്കും കൊണ്ട് വന്നിട്ട് പുള്ളിക്കാരി ഇങ്ങനെ കരഞ്ഞിരിക്കുന്ന മുഖമാണ്. അപ്പം ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എൻ്റെ മകൻ പറഞ്ഞു, അതായത് ഈ അമ്മയുടെ അമ്മയോ അമ്മയുടെ സഹോദരങ്ങളോ ഒന്നും വിഷ് ചെയ്തില്ല, ആ കുട്ടിയെ വിളിച്ച് വിഷ് ചെയ്തില്ല, അല്ലെങ്കിൽ അമ്മയുടെ വീട്ടുകാരെ കൊണ്ട് ഞങ്ങൾക്ക് ഉപയോഗമൊന്നുമില്ല എന്ന് ആ കുട്ടി പറഞ്ഞു എന്ന് പറഞ്ഞു. സത്യത്തിൽ അമ്മയ്ക്കും അറിയാം അത് സത്യം തന്നെയാണെന്നുള്ളത് അമ്മയ്ക്കറിയാം. അമ്മ പറയുന്നുണ്ട്, ശരിയാണ്, അത് സത്യം തന്നെയാണ്, ഞാൻ സമ്മതിക്കുന്നു, എൻ്റെ അമ്മയോ എൻ്റെ സഹോദരങ്ങളോ ഒക്കെ അങ്ങനത്തെ ഒരു നേച്ചറുള്ള ആൾക്കാരാണ്, അത് സത്യം തന്നെയാണ്. പക്ഷെ അവരത് പറയുമ്പോൾ എനിക്ക് അത് ഒരുപാട് വേദനയും, അവിടെ അവരല്ല ഇൻസൾട്ടഡ് ആകുന്നത്, ഞാനെന്ന വ്യക്തിയാണ് ആ വീട്ടിൽ ഇൻസൾട്ടഡ് ആകുന്നത് എന്ന് അവരാരും ചിന്തിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വിഷമം പറഞ്ഞു. അപ്പോൾ ഞാൻ എന്താ ഈ പറയുന്നതെന്ന് വെച്ചാൽ, നിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ലല്ലോ, നിൻ്റെ ബന്ധക്കാരെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലല്ലോ എന്നൊക്കെ പറയുമ്പം പ്രയോജനം ഇല്ലെന്നുള്ളതും അവിടെ നിന്നൊന്നും കൊണ്ടുവരുന്നില്ലെന്നുള്ളതും ഈ പെൺകുട്ടിക്കാണെങ്കിലും അല്ലെങ്കിൽ ഈ പുരുഷൻ്റെ വീട്ടിൽ പുരുഷനെയാണ് നമ്മൾ പറയുന്നതെങ്കിൽ പുരുഷനാണെങ്കിലും ഒക്കെ എല്ലാവർക്കും അറിയാം പ്രയോജനം എത്രത്തോളം ഉണ്ടെന്നുള്ളതൊക്കെ എല്ലാവർക്കും അവരവർക്ക് അറിയാം. പക്ഷേ അത് പറഞ്ഞ് വേദനിപ്പിക്കുമ്പോൾ അവിടെ അവരുടെ വീട്ടുകാരല്ല ഇൻസൾട്ടഡ് ആകുന്നത്, ഇത് കേൾക്കുന്ന നിങ്ങളുടെ പാർട്ട്ണറാണ് ഇൻസൾട്ടഡ് ആകുന്നത്. അപ്പോൾ ആ ഒരു ഇൻസൾട്ട് ചെയ്തിട്ട് ഒന്നും പ്രതികരിക്കാൻ പറ്റാതെ നിൽക്കുകയും പിന്നീട് നമ്മൾ കാര്യങ്ങൾ നടത്തുകയും ചെയ്യുമ്പം എപ്പോഴും അവർക്ക് ആ ഒരു മുഴുവൻ മനസ്സോടുകൂടി ഒന്നിലും ഇൻവോൾവ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പം ഞാൻ വീണ്ടും പറയുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു വീട്ടിൽ ആര് പൈസ കൊണ്ടുവരുന്നു, ആര് കൂടുതൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ആരെന്തൊക്കെ ചെയ്തു എന്നുള്ള ബേസിലല്ല നമ്മൾ. ചിലപ്പോൾ ശരിയായിരിക്കും, ഒരു വീട്ടിൽ അമ്മയായിരിക്കും ഭയങ്കര ഡിസിഷൻ മേക്കർ, പുള്ളിക്കാരി അവിടെ സമ്പാദിക്കുന്നൊന്നുമില്ലായിരിക്കും, പക്ഷെ പുള്ളിക്കാരുടെ തീരുമാനങ്ങളായിരിക്കും കറക്റ്റ്. അങ്ങനെ ആ ഒരു പവറിൻ്റെ പേരിൽ അമ്മയ്ക്കോ അച്ഛനോ നമ്മൾ ആ സ്ഥാനം കൊടുക്കുകയാണെങ്കിൽ ഓക്കെ, അത് നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യമാണ്. ചിലപ്പോൾ ഒരു കുട്ടിയായിരിക്കും അവിടുത്തെ എല്ലാ തീരുമാനങ്ങളും പറയുന്നത്, അവന് അതിനുള്ള കഴിവുള്ളവനായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതും കറക്റ്റാണ്.
അതേസമയം ഞാനാണ് സമ്പാദിച്ചു കൊണ്ടുവരുന്നത്, എൻ്റെ പൈസ ഞാൻ ഇഷ്ടമുള്ള പോലെ ചെയ്യുമെന്ന് പറയുന്നത് എപ്പോഴും ഒരു കുടുംബം എന്ന ഒരു യൂണിറ്റിൽ അത് തെറ്റാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒരു വീട് വയ്ക്കുന്ന കാര്യമാണെങ്കിൽ നമുക്കൊരു കൊച്ചുകുട്ടിയോട് പോലും ചോദിക്കാം, എടാ നമ്മളൊരു വീട് വയ്ക്കാൻ പോകണം, നമുക്ക് എന്ത് ചെയ്യാം? അവൻ്റെ തീരുമാനങ്ങളും അവൻ പറയട്ടെ. ഒരു പക്ഷേ കുട്ടി ആയതുകൊണ്ട് അവൻ്റെ തീരുമാനം തെറ്റായിരിക്കാം, അത് നമുക്ക് അവന് പറഞ്ഞ് മനസ്സിലാക്കാം. അവനും കൂടെ തോന്നണം, ഞാനും ഈ വീട്ടിലൊരാളാണ്, എനിക്കും ഇവിടെ കുറച്ച് പറയും, എന്നോടും അച്ഛൻ ചോദിച്ചു എന്ന് പറയുമ്പോഴാണ് ആ കുടുംബം എന്നുള്ളതിന് യഥാർത്ഥ ഒരു ഇമ്പം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇമ്പമുള്ള ഒരു കുടുംബജീവിതം ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് വിഷയമായിരുന്നു. ബൈ.